ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തിക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 15ഉം 16ഉം വാക്യങ്ങൾ. ലൂക്കോസ് 17-ാം അധ്യായം 15ഉം 16ഉം വാക്യങ്ങൾ. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു യെരുശലേമിലേക്ക് യാത്രയാകുമ്പോൾ ശമര്യയ്ക്കും ഗലീലയ്ക്കും ഇടയിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ അടുക്കിലേക്ക് ഒരു 10 കുഷ്ഠരോഗികൾ കടന്നു വരികയാണ്. അപ്പോൾ കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ പോയി പുരോഹിതൻ കാണിക്കുക എന്ന് പറയുമ്പോൾ അവർ നടന്നു പോകുമ്പോൾ തന്നെ അവർക്ക് സൗഖ്യം വരുന്നു. അപ്പോൾ 10 കുഷ്ഠരോഗികൾക്ക് കർത്താവ് യേശുക്രിസ്തു സൗഖ്യം അയച്ചു. എന്നാൽ അതിൽ ഒരു ശമര്യക്കാരൻ മാത്രമേ തിരിച്ചു വന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് നന്ദി പറയുന്നുള്ളൂ. അപ്പൊ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 10 പേര് സൗഖ്യമായിട്ട് 9 പേർ എവിടെ പോയി? ഒരാൾ മാത്രമേ തിരിച്ചു വന്നുള്ളല്ലോ എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലേക്ക് അവിടെ കടന്നു വരികയാണ്. അപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, ദൈവം മനുഷ്യരെ സൗഖ്യമാക്കും, എന്നാൽ മനുഷ്യർക്ക് നന്ദിയുള്ളവരായിരിക്കണം. ഇന്നത്തെ നമ്മളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് നന്ദിയുള്ള ഹൃദയം, ദൈവത്തോട് നന്ദിയുള്ള ഹൃദയം എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത്. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായെങ്കിലും ഒരാൾ മാത്രമേ നന്ദി പറയാൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ടുള്ളൂ. നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തോട് നന്ദിയുള്ള ഹൃദയം. ഇവിടെ എല്ലാവരും സൗഖ്യമാകുവാൻ യേശുവിന്റെ അടുക്കൽ വന്നു. എന്നാൽ നന്ദി പറയുവാൻ 9 പേർക്കും കഴിഞ്ഞില്ല. അവർക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ മറന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് കാണുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവം അവരെ ഓർക്കും. ഒരാൾ മാത്രമേ നന്ദിയുള്ളതായിട്ടുള്ളൂ ഇവിടെ, ആ ശമര്യക്കാരൻ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പഠിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നന്ദിയുള്ള ഹൃദയം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഹൃദയം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് പല മേഖലകളിൽ നമുക്ക് ദൈവം ഉയർച്ച തന്നിട്ടുണ്ട്. സാമ്പത്തികമായ മേഖലകളിൽ നമുക്ക് ഉയർച്ച തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായ മേഖലകളിൽ നമുക്ക് ദൈവം ഉയർച്ച തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചില മനുഷ്യർക്ക് ഒരുപക്ഷെങ്കിൽ ഈ മേഖലകളിലേക്ക് ഉയർച്ചയില്ലെങ്കിൽ വേറൊരു മേഖലയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അവർക്ക് ഉയർച്ച കൊടുത്തേക്കാം. അതുപോലെ തന്നെ സമൂഹത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും ഉയർച്ച തന്നേക്കാം. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പല മേഖലകളിലേക്ക് നമുക്ക് ഉയർച്ച തന്നേക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലകളിൽ ഉയർച്ച തന്നു എങ്കിലും നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനോ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി ഇപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്നത്, എല്ലാ നാളുകളിലും ദൈവത്തെ നമ്മൾ വാഴ്ത്തണം. നമ്മൾ നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണം. നല്ല കാലത്തും അല്ലെങ്കിൽ പരീക്ഷണ കാലത്തും നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം, നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ദൈവത്തോട് പല മേഖലകളിൽ പ്രാർത്ഥിച്ചേക്കാം, അനേക നാളുകൾ പ്രാർത്ഥിച്ചേക്കാം. അതുകൊണ്ട് ആ പ്രാർത്ഥന ഉത്തരം കഴിഞ്ഞ് നമുക്കത് ലഭിച്ചു കഴിയുമ്പോൾ ദൈവത്തോട് നമ്മൾ അതുപോലെ നന്ദിയുള്ളവരായിരിക്കണം. ഒരു പക്ഷേ നമ്മൾ നന്ദി പറയാൻ മറന്നുപോയേക്കാം. നമ്മൾ നന്ദി പറയാൻ മറന്നു പോകുന്നുവെങ്കിൽ ആ 9 കുഷ്ഠരോഗികളെ പോലെ ദൈവത്തെ മറക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാം.
അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞാലും ദൈവത്തോട് നന്ദി പറയണം. ഇവിടെ 9 കുഷ്ഠരോഗികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യേശുവിന്റെ അടുക്കലേക്ക് യാചനയായിട്ട് എല്ലാവരും വരികയാണ്. അപ്പോൾ ഈ 9 കുഷ്ഠരോഗികളും യേശുവിന്റെ അടുക്കൽ വന്നു. അവർ യേശുവിനോട് തങ്ങളുടെ രോഗം സൗഖ്യമാകുവാൻ യേശുവിനോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അവർക്ക് യാചിക്കുവാൻ നല്ല താല്പര്യമുള്ളവരാണ്. എന്നാൽ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ നന്ദി പറയുന്നതിന് അവർ മടുപ്പുള്ളവരായി മാറി. ഇതിൽ കിട്ടുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ പ്രാർത്ഥനയിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ പിതാവിനോട് അടുത്തു ചെല്ലുകയാണ്. അങ്ങനെ നമ്മൾ അടുത്തു ചെല്ലുമ്പോൾ നമുക്ക് വളരെ കാലം നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയും. ദീർഘകാലം നമ്മൾ ചില വിഷയങ്ങളിൽ മേൽ പ്രാർത്ഥിക്കും. എന്നാൽ ദീർഘകാലം കഴിഞ്ഞ് അതിന് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ മറന്നുപോയേക്കാം. എന്നാൽ ഇവിടെ നമുക്ക് ലഭിക്കുന്ന പാഠം എന്ന് പറയുന്നത്, ആ ഒരു ശമരിയാക്കാരനെ പോലെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഇവിടെയാണ് ഈ വാക്യം വരുന്നത്, ഞാനോ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എല്ലായ്പ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഈ വാക്യം ഇവിടത്തേക്ക് നമുക്ക് ചേർക്കുവാൻ സാധിക്കും. കാരണം എല്ലാ കാലത്തും വാഴ്ത്തണം. അവർക്ക് അനുഗ്രഹം കിട്ടിയപ്പോഴും, അതുപോലെ അവർ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി ദൈവത്തിന്റെ അടുക്കൽ വന്നപ്പോഴും എല്ലാ സമയത്തും അവർ ദൈവത്തെ വാഴ്ത്തണം എന്നുള്ളൊരു കാര്യമാണ്. എല്ലായ്പ്പോഴും നമ്മൾ ദൈവത്തോട് നന്ദിയുള്ള ഹൃദയമുള്ളവരായി മാറിയിരിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ യഹോവയെ സ്തുതിപ്പീൻ. അപ്പൊ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുമ്പോഴാണ് ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നത്. ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നത് ആരാധനയിലൂടെയാണ്. ആരാധന എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? യേശു പറഞ്ഞു, പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. അതുകൊണ്ട് നമ്മൾ നന്ദി ഉള്ളവരായിരിക്കണം ദൈവത്തോട്. ഏത് മേഖലയിൽ നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാലും നമുക്ക് ദൈവത്തോടൊരു നന്ദിയുള്ളവരായിരിക്കണം. ആ നന്ദി നമ്മൾക്ക് ആരാധനയിലൂടെ ദൈവത്തിന് ആ നന്ദി കൊടുക്കുവാൻ സാധിക്കും. സ്തുതികളിലൂടെ ആ നന്ദി കൊടുക്കുവാൻ സാധിക്കും. ആരാധന എന്ന് പറയുന്നത് ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. സത്യ നമസ്കാരികൾ എന്ന് പറയുന്നത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിൽ കിടന്നു. പത്രോസും അതുപോലെ ശീലാസുമൊക്കെയും കാരാഗ്രഹത്തിനകത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടതായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കും. എന്നാൽ അവരൊക്കെയും അപ്പോസ്തലന്മാർ ആ കാരാഗ്രഹത്തിന് അകത്ത് ദൈവത്തെ പാടി വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവരുടെ ചങ്ങലകളൊക്കെ പൊട്ടി, അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി. നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നന്ദിയുള്ളവരായി മാറുമ്പോൾ നമ്മളുടെ ബന്ധനങ്ങളെ അഴിക്കും. ആരാധന ബന്ധനങ്ങളെ അഴിക്കുന്നു. നുകത്തിന്റെ അമിക്കയറുകളെ അഴിച്ചു കളയുന്നു. അതുകൊണ്ട് പാരമ്പര്യമായിട്ടിരിക്കുന്ന എല്ലാവിധ ബന്ധനങ്ങളെയും അഴിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധനയിലൂടെ ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണ്. നമ്മുടെ ദൈവം സ്തുതികളിൽ വസിക്കുന്നവനാണ്. യഹോവയായ ദൈവത്തെ ദൂതന്മാർ പരിശുദ്ധൻ 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 എന്ന് സദാകാലം വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ദൈവം സൃഷ്ടിച്ച മനുഷ്യർ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അവർ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. സ്തുതികളിൽ വസിക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അങ്ങനെ ആ പിതാവായ ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഒരു ക്രൂശീകരണത്തിൽ പിന്നീട് ഉയർപ്പിലൂടെ നമുക്ക് ആ പിതാവായ ദൈവത്തിന്റെ പുത്രനെ നമുക്ക് തന്നു നമുക്ക് രക്ഷ നൽകി. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ആ ശമരിയാക്കാരന് നന്ദിയുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നന്ദി ഇല്ലാത്ത
ഒരു വ്യക്തിയെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട നാഴികയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. യേശു ക്രിസ്തുവിന്റെ ഇടത്തുള്ള ഒരു കള്ളൻ ക്രൂശിക്കപ്പെട്ടതിൽ ആ ഇടത്തുള്ള കള്ളൻ യേശുവിനെ നിന്ദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ വലത്തെ കള്ളൻ യേശുവിൽ വിശ്വസിക്കുകയും താൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറയുന്നു. അങ്ങനെ ആ കള്ളന് സ്വർഗരാജ്യം അല്ലെങ്കിൽ പറുദീസ അനുഗ്രഹമായി ലഭിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇടത്തെ കള്ളൻ എന്ന് പറയുന്നത് തന്റെ സൃഷ്ടാവായ ദൈവത്തോട് പോലും നന്ദിയില്ലാത്തവനായിരുന്നു. അവൻ ദൈവത്തെ ദുഷിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അവന് നാശത്തിലേക്ക് എത്തിപ്പെട്ടു. ഇവിടെ കിട്ടുന്ന നമുക്ക് വലിയൊരു സന്ദേശം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിനോടൊപ്പം രണ്ട് കള്ളന്മാർ ഇടത്തും വലത്തുമായി ക്രൂശിക്കപ്പെട്ടു. ഒരു കള്ളൻ എന്ന് പറയുന്നത് വളരെയധികം നന്ദിയുള്ള ഹൃദയമുള്ളതാണ്. കാരണം വലത്തെ കള്ളൻ അറിയാം, ഇത് കർത്താവായ യേശു ക്രിസ്തുവാണ്, രക്ഷകനാണ് അവൻ, അത് പിതാവായ ദൈവത്തിന്റെ പുത്രനാണിത്. തന്റെ സൃഷ്ടാവായ ദൈവത്തോട് നന്ദിയുള്ളതായിരുന്നു. എന്നാൽ ഇടത്തെ കള്ളനാകട്ടെ തന്റെ സൃഷ്ടാവായ ദൈവത്തോട് നന്ദിയില്ലാത്തതുകൊണ്ട് തന്റെ ദൈവത്തിന്റെ പുത്രനെ ദുഷിക്കുവാൻ ആ കള്ളൻ തുടങ്ങുകയാണ്. അവിടെ നന്ദിയില്ലാത്ത ഹൃദയമുള്ളവനാണ് ആ ഇടത്തെ കള്ളൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവൻ നരകശിക്ഷയ്ക്ക് യോഗ്യനായി അവൻ തള്ളപ്പെട്ടു. ഇത് നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശമാണ്. ഭൂമിയിലെ രണ്ട് തരത്തിലുള്ള മനുഷ്യർ എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് നന്ദിയുള്ളതാണ്. അവർക്ക് നിത്യതയാണ്, സ്വർഗരാജ്യമാണ് അവർ അവകാശമായി കിട്ടുന്നത്. അതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് നിത്യമായ സ്വർഗമാണ്. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ ആരാധിക്കാതെ നന്ദിയില്ലാത്തവരായി ജീവിക്കുന്നവർക്ക് നിത്യമായ നരകം തന്നെയാണ്. അതാണ് ഇവിടുത്തെ സാഹചര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ രണ്ടുപേരിൽ ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് നന്ദിയുള്ളവരായി വിളക്കിൽ എണ്ണയുള്ള കന്യകമാരെ പോലെ നാം ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു എങ്കിൽ നന്ദിയുള്ളവരായി നമുക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 10 കുഷ്ഠരോഗികളിൽ 9 കുഷ്ഠരോഗികൾക്ക് നന്ദിയില്ലാത്തവരായിരുന്നു. എന്നാൽ ഒരു ശമരിയക്കാരന് നന്ദിയുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ മേഖലകളിലും നമ്മൾ പഠിക്കുമ്പോൾ പല മേഖലകളിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ആ ശമരിയാക്കാരനെ പോലെ നന്ദിയുള്ളതായിരിക്കണം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്ത് ഒരിക്കൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ എടുക്കപ്പെടുന്നവരെ പോലെ നന്ദിയുള്ളവരായി ദൈവത്തെ അറിഞ്ഞ് ഉള്ളവരായി നമുക്ക് ജീവിക്കാം. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.